ഇത് ഞാൻ പറഞ്ഞു വന്നതെന്താ ചെന്ന് നിന്ന സ്ഥലം എവിടെ? ഞാൻ പറഞ്ഞതൊരു കോമഡി പ്രോഗ്രാം ധർമ്മജനും പിഷാരടി നിന്ന് ഷോ ചെയ്തിട്ടുണ്ട്. ആ കോമഡിയിൽ ധർമ്മജനും പിഷാരടി അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്നു. ധർമ്മജനും പ്രശ്നമില്ല, പിഷാരടിക്കും പ്രശ്നമില്ല. അതൊരു പ്രോഗ്രാം മാത്രം. ആ ധർമ്മജനും പ്രശ്നമല്ല, അതൊരു വേദിയില അല്ല സമൂഹത്തിലല്ല പറയണേ. അതൊരു സ്റ്റേജ് ഷോയുടെ വിജയമായിട്ടാണ് പറയുക. പിഷാരടി ധർമ്മനെ പറയുന്ന ഒരു കോമഡി അത് ചിലപ്പോൾ പിഷാരടിനെ പറയാൻ ചിലപ്പോൾ അത് കിട്ടില്ല. സലീംകുമാർ ഏട്ടൻ പറയുന്ന ഒരു കോമഡി വേറൊരു ഫിഗറുള്ള ആൾ പറഞ്ഞാൽ അത്രത്തോളം കിട്ടില്ല. ആ രീതിയിൽ കോമഡിക്ക് വേണ്ടി മാത്രം നമ്മൾ തമാശ പറയുന്നു എന്നേ അതിനകത്തൊരു മാറ്റമുണ്ട്. അതായത് ബോഡി ഷെമി എന്ന് പറഞ്ഞാൽ അയാളുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന ഒരാളുടെ ജനറ്റിക്കലായിട്ട് വരുന്ന ചില കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോമഡി പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അതേസമയം ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും വെച്ചിട്ട് കോമഡി ക്രിയേറ്റ് ചെയ്ത് അതിനെ അവതരിപ്പിച്ച് അതിൽ കൈയടി നേടുകയാണെങ്കിൽ അത് പ്രോബ്ലം ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ സംസാരിച്ചത്. അല്ല, അത് ഈ സ്റ്റേജ് ഷോയിൽ സ്റ്റാർ മാജിക്കിലാണെങ്കിലും ഒരു പ്രോഗ്രാം വരുന്നത് പങ്കച്ചനാണെങ്കിലും സുധിയാണെങ്കിലും ഞാനീ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡികൾ നമ്മൾ പറയണത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ അപകടം. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഞാനൊരു കറുത്ത കളർ പറഞ്ഞ ആളാണെന്ന്. അപ്പൊ അതുപോലെ കളർ പറഞ്ഞ ഒരുപാട് സമൂഹമുണ്ട്. അത് നിങ്ങൾ അത് പറയാതെ വേറെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തമാശ ഉണ്ടാക്കാം. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അല്ല, ഇതിപ്പോ വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ മൈക്കില്ലാതെ ഒരു കാര്യം പറയാം. ഞാനിപ്പോ ആദ്യം നിങ്ങളോട് സംസാരിച്ചതും ഇതല്ല. ഈ ക്യാമറ എടുത്തിട്ട് അടുത്ത ഇനിയിപ്പോ നമ്മളെ വലിച്ചു കീറി ഉണ്ടാവാതെ. കാരണം ഒരുപാട് ഒരാളുടെ ജീവൻ വരെ കളഞ്ഞിട്ടാണ് നമ്മളിപ്പോ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇപ്പൊ ഈ സംസാരിച്ചതും അല്ലെങ്കിൽ വേറെ ബോഡി ഷേമിങ് നല്ലൊരു കലയാണ് എന്നൊന്നും അല്ല പറഞ്ഞു. നിങ്ങൾ പ്രേക്ഷകരും ഈ യൂട്യൂബ് ചാനലുകാരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഹ്യൂമറിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഗിന്നസ് പക്രിച്ചേട്ടനും ടിനി ടോമുമാണ് ഫീൽഡിൽ വന്ന് അവർ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കോ ഈ പുള്ളിക്കും അതൊരു കുഴപ്പമല്ല. അതൊരു ഹ്യൂമറിന്റെ ഭാഗം മാത്രം. സ്റ്റേജിൽ വരുന്ന ഷോകളുടെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ അവിടെ നമ്മൾ ആ വ്യക്തി അങ്ങനെ പറയുന്നതായിട്ട് അതിനെ എടുക്കണ്ട. പിന്നെ തിരക്കപ്പെടുത്ത് വലിയ അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ല അങ്ങനെ പറഞ്ഞ അല്ലെങ്കിൽ വലിച്ചു കീറരുത്. എന്തിനാണ്